നമസ്കാരം, കൃഷി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മീൻകുളത്തിലെ വെള്ളം കാലിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോൻ്റെ ഇടയിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ ഈ ഫിഷ് പോണ്ടിലുള്ള വെള്ളം കാലിയാക്കി അത് കൊടുക്കുന്നത് തെങ്ങിൻ്റെ ചുവട്ടിലേക്കാണ്. ഇതിൻ്റെ വെള്ളം ഞാൻ യൂസ് ചെയ്യുന്നത് തെങ്ങിലേക്കായിട്ടാണ്. അപ്പോൾ വെള്ളം കാലിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മുഴുവനായിട്ട് കാലിയാക്കാതിരിക്കുക. വെള്ളം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടാങ്കിലെ വെള്ളം ഒരു പകുതി മാത്രം മാറ്റിയതിന് ശേഷം പുതിയ വെള്ളം നമുക്ക് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബോർവെല്ലിൻ്റെ വെള്ളം നമുക്ക് മീൻ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഉള്ളതിന്. അപ്പോൾ ബോർവെല്ലിൻ്റെ വെള്ളം നമുക്ക് മീൻ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബോർവെല്ലിൻ്റെ വെള്ളം അതോ കിണറിലെ വെള്ളം എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കിണറിലെ വെള്ളമാണ്. ഓക്സിജൻ്റെ അളവൊക്കെ നല്ലവണ്ണം ഉണ്ടായിരിക്കും കിണറിൻ്റെ വെള്ളമാണെങ്കിൽ. അപ്പോൾ വെള്ളം റീഫിൽ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അക്വാപോണിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ തൈകളൊക്കെ ഇപ്പോൾ ഇന്നെടുത്ത് മാറ്റിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പുതിയൊരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ക്ലീൻ ചെയ്യാനാണ് ഇതെടുത്ത് മാറ്റുന്നത്. നല്ലോണം ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ചീത്തായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വിളവ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ചെടികളും ഉണങ്ങിയ ചെടികളൊക്കെ നമുക്ക് എടുത്ത് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ മാറ്റാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് പോണ്ടിലേക്ക് പോകണം. അത് ജീർണിച്ച് പിന്നെ ഞങ്ങൾ സബ്മിസിബിൾ മോട്ടറിലൊക്കെ ഇത് കണിഞ്ഞ് വെള്ളമൊക്കെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളവ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിലുള്ള തൈകളൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റലൊക്കെ ഒന്നുകൂടി വാഷ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ വേരുകളൊക്കെ ഉണ്ടാവും. മുമ്പ് നട്ടിരുന്ന തൈകളുടെ വേരുകളും പിന്നെ സോളിഡ് വേസ്റ്റൊക്കെ അതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ പൈപ്പൊക്കെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ടാമത് ഇതിൽ തന്നെ നടാൻ പറ്റില്ല. ഇതൊന്ന് ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നടാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇത് മൊത്തമായിട്ടൊന്ന് എടുത്ത് വീണ്ടും വാഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പോണ്ടിൽ കാണുന്ന തൈകളുണ്ടല്ലോ, അത് അത്യാവശ്യമൊക്കെ അമോണിയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ദോഷവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പോണ്ടിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ഇത് കൂടുതലാവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിലൊരിക്കലൊക്കെ അതെടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ഉള്ള തൈകളൊക്കെ എടുത്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കളഞ്ഞാൽ നമുക്ക് പോണ്ടിലുള്ള ഓക്സിജൻ നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ ഓക്സിജൻ്റെ കുറവ് മൂലം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും മീനുകൾക്കൊക്കെ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് ഇടുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ഫിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അക്വാപോണിക്സിൻ്റെ ഒരു ഇത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതിലുള്ള അഴുക്കുകളിലൊക്കെ എടുത്ത് ശരിക്കും ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് വേരുകൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പിടിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ തൈകളുണ്ടെങ്കിൽ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കരുത്. കാരണം പെട്ടെന്ന് അത് ഓക്സിജൻ്റെ അളവൊക്കെ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മീനുകൾക്ക് ഓക്സിജൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കൂടിക്കഴിഞ്ഞാൽ.
പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ പച്ച നിറം ഇങ്ങനെ കുറയ്ക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൽഗകളുടെ വളർച്ചയാണ് ഈ പച്ച വെള്ളം ഭയങ്കരമായിട്ട് പച്ച നിറത്തിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആൽഗകൾ വളർന്നു കഴിഞ്ഞാൽ അതും മീനുകൾക്ക് ഓക്സിജൻ കിട്ടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറക്കും ഇങ്ങനെ കൂടുതൽ ആൽഗകൾ വളർന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങൾ വിനാഗിരി ഉണ്ടല്ലോ, സുർക്ക എന്നൊക്കെ പറയുന്ന വിനാഗിരി, അത് ഒരു ചെറിയൊരു ബക്കറ്റിൽ വെള്ളം എടുത്തതിന് ശേഷം ഒരു 50-100 ml വിനാഗിരി, കൂടുതൽ ഒഴിക്കാൻ പാടില്ല, 50 ml മതിയാവും. ഒരു 5 ലിറ്റർ വെള്ളത്തിനൊക്കെ 50 ml മതിയാവും. അത് ഈ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോണ്ടിൽ മൊത്തം തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആൽഗകൾ കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ കൂടുതൽ കടുംകട്ടി പച്ചയാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. ആൽഗകൾ കൂടിക്കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മീനുകൾ ഫുഡ് എടുക്കുന്ന കാര്യത്തിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ